ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പോളം ഓട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ആപ്പിളും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു അരക്കപ്പോളം ഓട്സ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്നട്ടുമാണ് എടുക്കുന്നത്. ഒരു 5-6 ബദാം എടുത്തൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ അതുപോലെ ഒരു 5-6 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാൾനട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഡേറ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടും പിന്നെ നമുക്ക് തന്നെ മധുരം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഡേറ്റ്സ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതൊന്ന് കുതിർന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15-20 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെക്കണേ. അപ്പോഴേ ഇത് നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇത്തിരി ചൂടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്മൂത്തിന്നോ ഒരു ഷേക്ക് എന്നൊക്കെ പറയാം. നൈറ്റ് നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഇടയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ. കുട്ടികളുടെ വയറ് നിറയും, അതുപോലെ നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിള്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 പഴം എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പഴമാണ് എടുത്തേക്കുന്നത്, ഞാലിപ്പൂവൻ പഴമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ തീരാറായിരുന്നത് കൊണ്ടാണ് ബോട്ടിലിൽ നിന്ന് തട്ടിക്കുടഞ്ഞൊക്കെ ഇട്ടത്. ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണേ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇതുപോലെ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഫുള്ള് പാലും ചേർത്ത് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പാൽ ചേർക്കാം. ഞാനൊരു 1.25 കപ്പോളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി മധുരത്തിനും കൂടെ വേണ്ടി തേൻ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തേനും ഡേറ്റ്സും ഇട്ട് കൊടുത്താൽ മതി. നല്ല മധുരം കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി ഒരു സ്മൂത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു കപ്പിലോട്ടോ ഒരു ഗ്ലാസ്സിലോട്ടോ ഒക്കെ നമുക്ക് അങ്ങോട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഒരു വട്ടമൊക്കെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം, എന്തായാലും ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ്, അതായത് ബദാം തന്നെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഇതിന് വേണ്ടിയിട്ട്, എന്താ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കങ്ങോട്ട് കുടിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.